ഹലോ ഡേഡീസ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ക്രിസ്മസ് അവധിക്കാലമാണ്, ഡിസംബറാണ്. ഈ ഒരു വർഷത്തെ ഏറ്റവും അവസാനത്തെ ട്രേഡിംഗ് ഡേയ്സിലേക്കാണ് നമ്മൾ ഇനി കടന്ന് വരുന്നത്. ന്യൂ ഇയർ വരുന്നു. ന്യൂ ഇയറിന് NSEയിൽ ന്യൂ ഇയറിൽ അവധിയില്ല, ഇന്ത്യൻ മാർക്കറ്റ് അവധിയില്ല. എങ്കിലും ആക്ടിവിറ്റീസ് പൊതുവേ കുറവായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായ രീതിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നമുക്ക് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ 1.91 CR കോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, 1.75 CR പുട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. PCR 0.9 ഇത് നിൽക്കുന്നുണ്ട്. 21,000 മേജർ സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും വലിയ ലെങ്ത്തുള്ള ഗ്രീൻ ബാർ കാണാം. അടുത്ത മണി 21,200, 21,400 ഫസ്റ്റ് റെസിസ്റ്റൻസ്, 21,500 സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ വന്നിരിക്കുന്നത്. ഓരോ ദിവസവും എക്സ്പയറി ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ അധികം ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല. എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ട്. അതാത് ഇൻഡെക്സുകളെ നമ്മൾ പരിചയപ്പെടുക, അതാത് ഇൻഡെക്സുകളിലെ ലെവലുകൾ നമ്മൾ പരിചയപ്പെടുക എന്ന് മാത്രമാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും ഇപ്പോൾ കാണുന്നത് ചൈന, കൊറിയ, ജപ്പാൻ, ഷാങ്ഹായ്, കോസ്പി, നിക്കി. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ ഗ്രീനായ രീതിയിലാണ് ഉള്ളത്. ഡോ ഫ്യൂച്ചർ ഏറ്റവും താഴെ കാണാൻ. ഡോ ഫ്യൂച്ചർ 49 പോയിൻറ്റിൻ്റെ പോസിറ്റീവായ രീതിയിലാണ് ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന വാർത്തകൾ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ആഴ്ച തന്നെ ഗ്ലോബൽ ഈവൻറ്റ് വളരെ കുറവാണ്. 1-2 ഈവൻ്റാണ് ഉള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളുടെ ക്ലോസിങ്ങിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇതുവരെ വലിയ റാലിയോ ഫോളോ ഒന്നും ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഇല്ല. FISൻ്റെ ആക്ടിവിറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസവും FIS സെല്ല് ചെയ്തു. ഏകദേശം ഒരു 6,500 കോടി രൂപക്ക് FIS സെല്ല് ചെയ്തിട്ടുണ്ട്. DIS സമാനമായ രീതിയിൽ ബൈ ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും FIS സെല്ലിംഗ് മോഡലാണുള്ളത്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എന്നാൽ അവർ ഷോർട്ട് പൊസിഷൻ 33, ലോങ് പൊസിഷൻ 67 എന്ന നിലയിൽ പോസിറ്റീവാണ് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ. ഇന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാനായിട്ടുള്ള സ്റ്റോക്കുകൾ അശോക് ലൈലാൻഡ്, ബൽറാമൻ ചിനി, ഡെൽറ്റ കോർപ്പ്, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമൻറ്റ്, നാഷണൽ അലൂമിനിയം, സെയിൽ തുടങ്ങിയ കമ്പനീസാണ്. ഇനി ഇന്ന് ലൈംലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസായിട്ട് ബന്ധപ്പെട്ട് റിലയൻസ് ഇൻഡസ്ട്രീസും ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയ കമ്പനിയായിട്ടുള്ള വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ റിലയൻസിലേക്ക് ലയിപ്പിക്കുമെന്നുള്ളൊരു ന്യൂസ്, മെർജ് ചെയ്യുമെന്നുള്ളൊരു ന്യൂസാണ് ഉള്ളത്. പേടിഎം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർ വഴി പേടിഎമ്മിൻ്റെ ഏകദേശം ഒരു 10 മുതൽ 15% വരെ എംപ്ലോയി കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പേടിഎമ്മിന് പറ്റുമെന്ന് പേടിഎം അറിയിച്ചു. UP ഫെർട്ടിലൈസർ കമ്പനിയാണ് 4,200 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അനുപം രസായൻ കമ്പനി ജപ്പാനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഒരു 507 കോടി രൂപയുടെ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആൽക്കഹോളിക് ബിസിനസ് കമ്പനി യുണൈറ്റഡ് സ്പിരിറ്റ്സ്, റാഡിക്കോ കൈത്താൻ, സോം ഡിസ്റ്റിലറീസ് തുടങ്ങിയ കമ്പനീസ് ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ലിക്വർ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും ഉപയോഗിക്കാൻ ഉപഭോഗം നടത്താനായിട്ടുള്ള അനുമതി കൊടുത്തു. കൂടാതെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഗിഫ്റ്റ് സിറ്റിയിൽ വൈൻ ആൻഡ് ഡൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ആൽക്കഹോളിക് കമ്പനിക്ക് ബിസിനസ് കൂട്ടാൻ സാധ്യത ഉണ്ട്. അദാനി വിൽമർ 1.24% സ്റ്റേക്ക് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഇന്ന് സെല്ല് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓറോബിൻഡോ ഫാർമ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി 10 നിരീക്ഷണങ്ങൾ അവർ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ടാറ്റ സ്റ്റീൽ കമ്പനി ജനുവരി 25 ഇവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഈ ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് വയർ പ്രൊഡക്റ്റും ടാറ്റ സ്റ്റീലും തമ്മിലുള്ള ലയനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവും. ബയോകോൺ ജപ്പാനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൊമെൻ്റൽ ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്,
സെർച്ച് ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ബൈ ഓൾ.